കഥ കസേരകളി കഥകളി. ജനജീവിതം ദുസ്സഹമാക്കി വയനാട്ടിൽ വന്യജീവികൾ അഴിഞ്ഞാടുകയാണ്. അതിനിടെ മുഖ്യമന്ത്രിയും വനം മന്ത്രിയും ഒന്നും വയനാട്ടിൽ എത്തുന്നില്ല എന്നാണ് ചെന്നിത്തലയുടെയൊക്കെ പരാതി. ജനങ്ങളുടെ സമയം മോശമാക്കാൻ ഈ മൃഗങ്ങളൊക്കെ തന്നെ ധാരാളം. അവറ്റകളെ കൊണ്ട് ആ നാട്ടുകാർക്ക് ആവശ്യത്തിലധികം ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. അതിൻ്റെ കൂടെ ഇങ്ങനെയൊരു ദുരന്തം കൂടി വേണ്ട എന്ന് മുഖ്യമന്ത്രിയൊക്കെ തീരുമാനിച്ചാൽ അതല്ലേ രമേശൻ സാറേ നല്ലത്? ഇത്രയും വലിയ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ പോകാത്തത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ജനങ്ങളോട് ബാധ്യതയില്ലേ? ഞാൻ ചത്തോയ എന്റെ പിള്ളേർക്ക് നീ ചെലവിനോട് കൂടാ. അതെ, വെറുതെ ധൈര്യം നിന്ന് ആളെ കൊല്ലാൻ നോക്ക. ഒരു ജില്ലയിലെ ജനങ്ങൾ മുഴുവൻ ഭയവിഹ്വലരായി കഴിയുന്നു. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പോലും ഭയമാണ്. അതിപ്പോൾ സഹാവ് വന്നാലും പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ ഭയമായിരിക്കും. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കോഴിക്കോട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണമായിരുന്നെങ്കിൽ വയനാട് സന്ദർശിക്കാമായിരുന്നു. അതിനു പകരം 3 മന്ത്രിമാരെ അവിടെ അയച്ചിരിക്കുകയാണ്. ഒരു ഫലവുമില്ല. വയനാട് ജില്ലയുടെ ചാർജുള്ള വനമന്ത്രി പോലും അവിടെ സന്ദർശിക്കാൻ തയ്യാറായില്ല. വനമന്ത്രി ഏതാണ്ട് മയക്കുവടി ലഭിച്ച ആളിനെ പോലെയാണ് നടക്കുന്നത്. നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. ഇപ്പൊ 24 മണിക്കൂർ മയക്കത്തിലാ. വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വരാതിരിക്കണമെങ്കിൽ വന്യജീവികളെ കാട്ടിനകത്ത് തന്നെ സംരക്ഷിക്കണം. വന്യജീവികൾക്ക് കാട്ടിനുള്ളിൽ ഭക്ഷണം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികളാണ് അതിൻ്റെ ഒരു ഭാഗം. അതൊക്കെ ദീർഘകാലാടിസ്ഥാനത്താണ്. എന്നാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത്രയ്ക്ക് അട്ടർ വേസ്റ്റായി മാറിയിരിക്കുന്ന ഇതുപോലെയുള്ള മന്ത്രിമാരെ വനം മന്ത്രി അടിയന്തരമായി സൂവിലല്ല മ്യൂസിയത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യേണ്ടത്. കോൺഗ്രസ്സുകാർ പറയുന്നത് കേട്ടാൽ തോന്നും ശശീന്ദ്രൻ മാത്രമാണ് പ്രശ്നക്കാരനെന്ന്. അവർക്കും ഒരു MP ഉണ്ടല്ലോ വയനാട്ടിൽ. അങ്ങേരും വന്നത് ഈ അടുത്ത ദിവസമല്ലേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തണ്ണീർക്കൊമ്പൻ പോലും വയനാട്ടിൽ 10-15 തവണ വന്നു. രാഹുൽ വന്നത് 3 തവണയാണത്രേ. ഇത് നമ്മൾ പറയുന്നതല്ല കേട്ടോ, ട്രോളർമാർ പറഞ്ഞു നടക്കുന്നതാണ്. നോക്കിയപ്പോൾ ശരിയാണെന്ന് കഥകളിക്കും തോന്നി. കുറ്റം പറയാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ വയനാട്ടിലെ 3 മരണങ്ങൾക്ക് കാട്ടാനയും കാട്ടുപോത്തും കടുവയും കേരളത്തിന്റെ വനമന്ത്രിയും തുല്യമായി ഉത്തരവാദികളാണ്. നമ്മുടെ മന്ത്രിമാര് ഈ ദിവസങ്ങളിൽ വയനാട് സന്ദർശിച്ചു. പക്ഷേ ആ മന്ത്രിമാര് പറഞ്ഞ ചില വർത്തമാനങ്ങൾ കേട്ടാല് നമുക്ക് തോന്നും ഇതിലും ഭേദം കൊന്നു തിന്നാൻ വരുന്ന കടുവയോടോ കാട്ടാനയോടോ സംസാരിക്കുന്നതായിരുന്നു. അവർക്ക് ഇതിലും വേഗത്തിൽ നമ്മുടെ ജനതയുടെ സങ്കടം മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു എന്ന്. പോത്തിനോടാണോ വേദം ഓതുന്നത്? എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയതായെങ്കിൽ പിന്നെന്തിനാണ് ഇങ്ങനെ വെള്ളാനയുടേതായ ഒരു വകുപ്പ്, വനം വകുപ്പ് എന്ന പേരില് ഇവിടെ നിലനിർത്തിയിരിക്കുന്നത്? അതിന് യോഗ്യതയിലൊന്നും മാത്രം ആരും പറയരുത്. കാരണം ഞാൻ കാടിന്റെ മകനാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ എരുതിയിലേക്ക് എണ്ണയുമായി K മുരളീധരൻ എത്തിയിട്ടുണ്ട്. കാണാം കഥകളിപ്പദം. CPIക്ക് 4 സീറ്റ് കൊടുക്കുന്ന സ്ഥിതിക്ക് ശരിക്കും പറഞ്ഞാൽ ലീഗിന് 5-6 ചോദിക്കുന്നത് ഒരു തെറ്റുമില്ല. അവർ കിട്ടിയ സീറ്റിൽ ആളെ അന്വേഷിച്ച് നടക്കുക. അപ്പോൾ അങ്ങനെ അവർക്ക് 4 കൊടുത്ത സ്ഥിതിക്ക് ലീഗ് പറഞ്ഞ് ശരിയാ, ഞങ്ങൾക്ക് 5-6 സീറ്റ് ചോദിക്കാൻ അർഹതയുണ്ടെന്ന്. അത് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ചർച്ച നടക്കുകയാണ്, തീരുമാനമായിട്ടില്ല. അല്ല, അത് സംസാരിക്കുകയല്ലേ. സംസാരം കഴിയുമ്പോൾ നിങ്ങൾ അറിയിക്കാം.